ഇവിടെ വിശ്വകർമാവ് പണിഞ്ഞ 18 പടികളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശബരിമാമലയുടെ 18 പടികൾ. വിശ്വകർമാവ് പ്രപഞ്ചത്തിൽ ഒരു മുട്ടയുടെ രൂപത്തിലാണ് ഭൂമിയെ പ്രപഞ്ചത്തെ ഉണ്ടാക്കിയെന്നും അത് അടർത്തിയെടുത്ത് മാറ്റി ഈ ഭൂമി ഉണ്ടായി പ്രപഞ്ചമുണ്ടായി എന്നൊക്കെ പറയുന്ന വലിയൊരു സങ്കല്പം ലോകത്ത് ഉണ്ടാക്കി വയ്ക്കുന്ന സനാതന മൂല്യങ്ങൾ, ഭാരത സംസ്കാരം, അത് ഭാരതത്തിന് മാത്രം കഴിയും. ലോകത്ത് എവിടെയൊക്കെ ഒരു പൂജാമുറിയുടെ സാധ്യതകൾ, അത് ഭാരതമാണ്. ലോകത്തിൻ്റെ പൂജാമുറിയാണ് ഭാരതം. ഭാരതത്തിൻ്റെ പൂജാമുറിയാണ്, സാംസ്കാരിക പൂജാമുറിയാണ് കേരളമെന്ന് നമ്മൾ വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. ഇതിൽ നിരവധിയായ കഥകളുടെ, കവിതകളുടെ, സംസ്കാരത്തിൻ്റെ, ചരിത്രത്തിൻ്റെയൊക്കെ ഈടുവെപ്പുകളാണ് നമ്മുടെ കൺമുമ്പിലൂടെ ഓരോ മകരവിളക്കും നമുക്ക് സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് വൈകുന്നേരം ഏകദേശം ഒരു 5:30 ആകുമ്പോഴത്തോടുകൂടി പമ്പയിൽ നിന്ന് ഈ ഘോഷയാത്ര മുകളിലേക്ക് എത്തുകയും 12-ാം തീയതി ഉച്ചയ്ക്ക് സാമ്പരിക്കൽ കൊട്ടാരത്തിൽ നിന്ന് ഈ കൃഷ്ണപ്പരുന്തിങ്ങനെ ആകാശവിതാനത്തിൽ ചിറക് വിടർത്തി പറക്കുന്ന നിമിഷത്തിൽ ഒരച്ഛൻ മകന് കൊടുത്തുവിടുന്ന സമ്മാനങ്ങളുമായി ഈ കുളത്തിനാൽ ഗംഗാധരപിള്ള ഉൾപ്പെടെയുള്ള അദ്ദേഹത്തിന് 90 വയസ്സോളമുണ്ട്. അദ്ദേഹം എത്രയോ വർഷമായിട്ട് ഈ മകരവിളക്ക് ഈ ദർശിക്കുവാനായിട്ട് ഈ ആഭരണ പെട്ടികളുമായിട്ട് അദ്ദേഹം നെട്ടൂർപ്പെട്ടിയുമൊക്കെ ചുമന്നുകൊണ്ട് ഈ പരമ്പരാഗത പാതകളിലൂടെ അദ്ദേഹം വരുന്ന കാഴ്ചയാണ്. 12-ാം തീയതി വൈകുന്നേരം ഇത് അയിരൂർ ക്ഷേത്രത്തിലാണ്, അയിരൂർ പുതിയകാവ് ക്ഷേത്രത്തിലാണ് അന്ന് വൈകുന്നേരം അവിടെ അത്താഴ സദ്യ നടത്തി അവിടെയാണ് അന്ന് അന്തി ഉറങ്ങിയത്. അതിനുശേഷം ഇന്നലെ രാത്രിയിൽ അത് എത്തിച്ചേർന്ന ലാഹയിലാണ്. ലാഹയിലെ ഫോറസ്റ്റ് സത്രത്തിലാണ് ഈ നമ്മുടെ ഈ യാത്രയ്ക്ക് മകരവിളക്കിൻ്റെ ഈ ഘോഷയാത്രയുടെ വലിയ സ്വീകരണം ഏർപ്പെടുത്തിയത്. അതിന് ശേഷമാണ് ഇന്ന് കാലത്ത് വീണ്ടും ഈ പരമ്പരാഗത പാതകൾ പിന്നിട്ട് ഇത് ശബരീശ നടയിലേക്ക്, ശ്രീശൈലത്തിലേക്ക് എത്തുന്ന ആ ഒരു നിമിഷമാണ് കടന്നു പോകുന്നത്. അങ്ങനെ ഏകദേശം ഒരു 2,38,000-ഓളം ഭക്തന്മാർ ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് എന്നാണ് വിശ്വസിക്കുന്നത്. പക്ഷേ അതിലൊക്കെ ഒരുപാട് മേളിലാണ്, കണക്കുകൾക്കൊക്കെ അപ്പുറത്തേക്കുള്ള ഭക്തന്മാരാണ് വിവിധ സ്ഥലങ്ങളിലായിട്ട് ഈ മകരസംക്രാന്തി ഉത്സവത്തിൽ പങ്കെടുക്കുവാനും മകരജ്യോതി കാണുവാനും മകരവിളക്ക് കണ്ട് തൊഴുവാനുമായിട്ട് ഇവിടെ എത്തിയിരിക്കുന്നത്. ഏതായാലും ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാത്ത രീതിയിൽ 5000-ഓളം പോലീസുകാരെ സന്നിവേശിപ്പിച്ചുകൊണ്ട് അതിൽ നല്ലൊരു സംഖ്യയും ശബരീശ പീഠത്തിലും അതുപോലെ തന്നെ മരക്കൂട്ടത്തിലും പമ്പയിൽ നിന്ന് മുകളിലോട്ടുള്ള സ്ഥലങ്ങളിലുമൊക്കെയായിട്ട് സന്നിവേശിപ്പിക്കുന്ന ഒരവസ്ഥയാണ് നാം കാണുന്നത്. ഇവിടെ കൃത്യമായ ഒരു ദർശനകാലം പിന്നിടുകയാണ്. ഇത്രയും ആളുകൾ വരുന്നവർക്കൊക്കെയും എല്ലാ സൗകര്യങ്ങളും അവരൊക്കെയും ശരംകുത്തിയിലെത്തുന്നു. അവിടെ വലിയ ഒരു രാജഭാവത്തിൽ വിരാജിച്ചുകൊണ്ട് ഇതുപോലെ കാടുകയറി വന്ന അയ്യപ്പ സ്വാമികൾ ഒരു സാത്വിക ഭാവത്തിലേക്ക് തൻ്റെ ശരവും എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് തൻ്റെ രാജഭാവങ്ങളൊക്കെയും ഒഴിവാക്കിക്കൊണ്ട് സന്യാസി ഭാവത്തിലേക്ക്, യോഗീശ്വര ഭാവത്തിലേക്ക് മാറുന്ന ആ നിമിഷങ്ങളിലൂടെയാണ് നമ്മളും യാത്ര ചെയ്ത് വരുന്നത്. ഒരു കാലഘട്ടത്തിൽ ഈ പന്തളത്ത് രാജാവിൻ്റെ നിർദ്ദേശപ്രകാരം ഉദയനൻ എന്ന് പറയുന്ന ഒരു വലിയ കാട്ടുകള്ളനെ നേരിടുവാനായി ഒരു വലിയ സംഘത്തെ ഉണ്ടാക്കി അയ്യപ്പൻ എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അതിനു മുമ്പ് കേരളമൊട്ടാകെ ഉണ്ടായിരുന്ന കളരികളൊക്കെയും ആയോധന കലയുടെ, അതായത് യമധർമ്മങ്ങളിൽ വിശ്വസിച്ചിരുന്നു എന്നാണ് പറയുന്നത്. അതായത് കൃത്യമായി ശത്രുവിനെ ഒതുക്കുക എന്നതിനപ്പുറത്തേക്ക് ഒരു ചിന്തയുമില്ലാതെ യമധർമ്മങ്ങളിൽ അധിഷ്ഠിതമായിരുന്ന കളരികളെന്നാണ് പറഞ്ഞു വയ്ക്കുന്നത്. അപ്പോൾ ആ കളരികളെയൊക്കെയും ആത്മീയമായ തലങ്ങൾ കൂടി അതിനകത്തേക്ക് സന്നിവേശിപ്പിച്ചുകൊണ്ട് ഒരു ആത്മീയതയും ഒപ്പം ആയോധന കലകളും ഒന്നിപ്പിക്കുന്ന ഒരു വലിയ നേട്ടമാണ് അയ്യപ്പ സ്വാമികളിൽ നമ്മൾ കണ്ടത്. അയ്യപ്പൻ ഇഷ്ടമാണ്, പ്രണയമാണ്, അയ്യപ്പൻ ആയോധന കലയാണ്, വീര്യമാണ്, ഒപ്പം അയ്യപ്പൻ സനാതന മൂല്യങ്ങളുടെ ഇരിപ്പിടം കൂടിയാണ്, യോഗീശ്വര ഭാവം കൂടിയാണ്. അദ്ദേഹം പുഴിക്കടകൻ പഠിക്കുവാനായി ഈ ചീരപ്പൻചിറയിലേക്ക് ചെന്നപ്പോൾ അവിടെ അദ്ദേഹത്തെ നോക്കി ജാലകപ്പഴുതിലൂടെ ഒരു പെൺകുട്ടിയുടെ 2 കണ്ണുകൾ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ആ പെൺകുട്ടി അദ്ദേഹത്തെ തേടി പിന്നീട് ശബരിമലയിലേക്ക് വരികയും ആ ശബരിമല എത്തുന്ന സമയത്ത് അദ്ദേഹം ശാസ്താവിൽ വിലയം പ്രാപിക്കുന്ന കാഴ്ച കണ്ടിട്ട് അവൾ ജീവിതത്തിലെ എല്ലാ സൗഭാഗ്യങ്ങളും ഉപേക്ഷിച്ച് അവിടെ ഇരിക്കുകയും പിന്നീട് എപ്പോഴൊക്കെയോ അവൾക്ക് മഴ പെയ്താൽ ചോരാത്ത രീതിയിൽ മുളകൾ കൊണ്ട് ആദിവാസികൾ ഒരു ചെറിയ വീട് ഉണ്ടാക്കി അതിനെ മാളിക എന്ന് വിളിക്കുകയും ഭക്ഷണവും അതുപോലെ തേങ്ങ ഉൾപ്പെടെയുള്ള കൈകനികൾ ഉൾപ്പെടെയുള്ള
പഴങ്ങൾ ഉൾപ്പെടെയൊക്കെ ദൂരെ നിന്നുകൊണ്ട് ബഹുമാനപൂർവ്വം ഉരുട്ടിക്കൊടുത്ത് അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ട് ഇന്നും ഈ മാളികപ്പുറത്ത് ക്ഷേത്രത്തിന് ചുറ്റും തേങ്ങ ഉരുട്ടുന്നത് ഒരു ആചാരമായി മാറുന്നു. ഒരു പെണ്ണിൻ്റെ സ്നേഹം, ഇഷ്ടം, പ്രണയം, കണ്ണീരൊക്കെ അതിൻ്റെ ഒരു വലിയ താളം അവിടെ ഉണ്ടാകുന്നു. അങ്ങനെ അവിടെ ഇരുന്ന് സമാധിയായി മാറുകയാണ് ആ സ്ത്രീ എന്നും അവൾ മാളികപ്പുറത്ത് അമ്മയായി മാറിയെന്നും വിശ്വസിക്കുന്നുണ്ട്. ഏതായാലും ചീരപ്പഞ്ചറിലെ ഒരു ഈഴവ പെണ്ണിൻ്റെ ആത്മീയമായ വിപ്ലവത്തിൻ്റെ വലിയ കാഴ്ചയാണ് ഓരോ ശബരിമല മകരവിളക്കും നമ്മോട് പറയുന്നത്. ഒരുപാട് കഥകൾ ഇതുമായി ബന്ധപ്പെട്ട് പിന്നീട് നമ്മൾ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. മഹിഷത്തിൻ്റെ കഥ പറയുന്നുണ്ട്. നമ്മൾ എരുമേലിയിൽ വെച്ച് കൊല്ലപ്പെട്ട മഹിഷത്തിൻ്റെ കഥ പറയുന്നുണ്ട്. മഹിഷി നിഗ്രഹത്തെപ്പറ്റി പറയുന്നുണ്ട്. ലീല, കരിമ്പൻ ഇവരുടെയൊക്കെ കഥകൾ ചേർത്ത് വെച്ചുകൊണ്ട് ദത്തനും ലീലയും വലിയ പ്രണയത്തിലായി ഇരുന്നുവെന്നും ഒരു ദിവസം ഉറക്കമുണർന്നപ്പോൾ ദത്തന് തോന്നി താൻ ഈ ചെയ്യുന്ന ഭൗതികതയൊന്നുമല്ല ജീവിതമെന്നും അങ്ങനെ ആത്മീയതയിലേക്ക് പോകാൻ തീരുമാനിക്കുന്ന ഒരു ദത്തൻ അവൻ നടന്നു നീങ്ങുമ്പോൾ അവനെ കൊമ്പ് ചേർത്ത് പിടിച്ചുകൊണ്ട് വിടാതെ കാമനകളോടുകൂടി അവനെ ചേർത്ത് പിടിക്കുന്ന ഒരു ഭാര്യ. ശരി എവിടെയാണെന്ന് നമുക്കിന്നും അറിയില്ല. ഭർത്താവ് സന്യസിക്കാനായി പോകുമ്പോൾ വഴി തടയുന്ന ഭാര്യ, അവളെ എതിർത്തുകൊണ്ട് പോകുന്ന ഭർത്താവ്. എന്തായാലും അവൾ രോക്ഷാകുലിയായി മാറുന്നു. അവൾ പിന്നീട് കരിമ്പൻ്റെ മകളായിട്ട് മാറി ഒരു വലിയ മഹിഷമായി പുനർജനിക്കുന്നു. അവൾ ത്രിലോകങ്ങളെയും കുത്തിമലർത്താൻ ഒരു പെണ്ണിൻ്റെ ശക്തിയുടെ കഥയാണ് നമ്മൾ പറഞ്ഞു വയ്ക്കുന്നത്. ഒരു നാട്ടുകഥ പോലെ എത്ര മനോഹരമായിട്ടാണ് നമ്മളിപ്പോൾ പറഞ്ഞ ഈ ഹിസ്റ്ററിയിലെ ഈ മാളികപ്പുറത്തമ്മയ്ക്ക് മുകളിലേക്ക് നിറക്കൂട്ടുകൾ ചാർത്തി ഒരു കഥ മലയാളി പറഞ്ഞു വയ്ക്കുകയാണ്. അയ്യപ്പൻ്റെ സവിധത്തിലേക്ക് ഒരു കഥ പറയുന്നു. വല്ലാത്തൊരു കഥ. അതായത് അങ്ങനെ പെണ്ണിൻ്റെ പ്രതികാരം താങ്ങുവാൻ ത്രിലോകങ്ങൾക്കും ഒന്നും കഴിയാതെ എല്ലാ ദൈവങ്ങളും വലിയ ഭയത്തിലാകുന്ന സമയത്താണ് അവളെ ഒതുക്കുവാനായിട്ട്, മഹിഷിയെ നിഗ്രഹിക്കുവാനായിട്ട് മനുഷ്യരാൽ പിറന്ന ആർക്കും കഴിയാതെ വരുന്നു. അതുകൊണ്ട് തന്നെ ഒരു പുരുഷൻ പെൺവേഷം കെട്ടി മോഹിനിയായി മാറുന്നു. അവളെ കാമിച്ചുകൊണ്ട് സാക്ഷാൽ ആണത്തത്തിൻ്റെ പ്രതീകമായ പരമശിവൻ കടന്നു വരുന്നു. അവരൊന്നിക്കുമ്പോൾ ഒരു കുട്ടി ഉണ്ടാകുന്നു. ആ കുട്ടിക്ക് മാത്രമേ മഹിഷത്തെ കൊല്ലാൻ കഴിയൂ എന്നൊരു കഥയുണ്ടാകുന്നു. എന്തായാലും കഥകൾക്കൊക്കെ അപ്പുറത്തേക്ക് ശബരിമല മകരവിളക്കിൻ്റെ സൗഭാഗ്യ കാഴ്ചകളിലേക്ക് അങ്ങനെ മനസ്സും ശിരസ്സും നമിച്ച് നമുക്ക് മുമ്പിൽ നിൽക്കുന്ന കാഴ്ചയാണ്. നമുക്ക് ഏതാനും നിമിഷങ്ങൾക്കകം ആ പുണ്യദർശനത്തിലേക്ക് മടങ്ങിയെത്താം.